വാരാഹി പദ്ധതി എന്ന് പറയുന്നത് ഗുപ്തമാണ്, രഹസ്യമായിട്ട് പണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അതിനെ ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ കച്ചവടം പോലെ കൊണ്ടു നടന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് എല്ലാവർക്കും പറ്റിയ ഒരു പരിപാടിയും അല്ല. പിന്നെ ആ ദേവതയോട് വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നു, ഒരു ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ വരികയാണെങ്കിൽ കൃത്യമായി അതിൻ്റെ വഴിയിലൂടെ പോകണമെന്ന് തന്നെയാണ് അതിന് ശരിയെന്ന് പറയുന്നത്. ത്രിപുര സുന്ദരിയുടെ സൈന്യാധിപതിയാണ് വാരാഹി. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്നാണെന്ന് വെച്ചാൽ കൃഷ്ണരും വിഷ്ണു ഒന്നായ പോലെ ഒന്നാണ്. പഞ്ചാക്ഷരി അഷ്ടാക്ഷരി മുതലായ മന്ത്രങ്ങൾക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് പുതുതൊന്നും ഇത് തരാനും പോകുന്നില്ല. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് പറയാം. ഒരു തെറ്റാലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വലിയ ഒരുപാട് പഠിക്കുമോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് അതുകൊണ്ട് അത്യാവശ്യം നിങ്ങളുടെ മാങ്ങയൊക്കെ വീഴ്ത്താം. പക്ഷെ നിങ്ങൾക്ക് AK-47 കൊണ്ട് തന്നെ മാങ്ങ വീഴ്ത്തണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് എടുക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിൻ്റെ റീകോയിൽ പോലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയല്ല. അത് നിങ്ങൾ ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് ഞാൻ നേരെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ വെച്ച് വെടിവെക്കും എന്ന് പറഞ്ഞാൽ കണ്ണു പോകും. വജ്രകോശം ജപിക്കണം. വജ്രകോശമാണോ കോശമാണോ എന്നറിയില്ല, ഏതായാലും ഇത് ജപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ് ആണ്. അത് മാത്രവുമല്ല, ഇത് ഉപദേശിച്ച് കൊടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ ക്ലാസ്സും നടത്തുന്നുണ്ട്. ഇത് ജപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം ധനാഭിവൃദ്ധി, വീട്ടിലുള്ള ദോഷങ്ങളെല്ലാം മാറും, ശത്രുക്ഷയം. ഇത് ഒരു ഒറ്റമൂലിയായിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടോ, സന്താന സൗഭാഗ്യത്തിന് പോലും വജ്രകോശം ജപിച്ചാൽ. എന്താണ് വജ്രകോശം, ആരാണിത്, മനസ്സിലാവുന്നില്ല. ശരിക്കും ജപിക്കാമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? വരാഹി മന്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പറയുന്നത്. വരാഹിയുടെ ഒരു വജ്രകോശ വരാഹി എന്ന് പറഞ്ഞ മന്ത്രമുണ്ടെന്ന്. ഇത് അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല, അന്വേഷിച്ചിട്ട് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ധനാഭിവൃദ്ധിയും ശത്രുദോഷവും ശത്രുക്ഷയവും ഉണ്ടാവും. അത് ഈ ഉപദേശം കൊടുക്കുന്നവർക്കായിരിക്കും. കാരണം ഒരു 1000 പേർക്ക് ഉപദേശം കൊടുത്ത് 1000 രൂപ വെച്ച് മേടിക്കുമ്പോൾ ഇത്ര പൈസയായി, അപ്പോൾ ധനാഭിവൃദ്ധി ഉണ്ടായി. അതുകൊണ്ട് കടം മേടിച്ച് കഴുത്തിന് പിടിച്ചുകൊണ്ടിരുന്നവനൊക്കെ അത് കൊടുത്തു തീർക്കുമ്പോൾ ശത്രുക്കളും മാറും. പിന്നെ കുറച്ച് പേർക്ക് പൈസ കൊടുത്തു കഴിയുമ്പോൾ അവർ മിത്രങ്ങളും ആവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യം അവർക്കുണ്ടാവുന്നല്ലാതെ ഇത് ജപിക്കുന്നവനുണ്ടാവും എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഒരു സാധനമൊന്നും ഉണ്ടാവില്ല. വാരാഹിയുടെ പദ്ധതി ഇങ്ങനെയൊന്നും അല്ല. ഈ മന്ത്രം ജപിക്കാനായിട്ട് ഇതിനകത്ത് ബീജമന്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. ശരിക്കും അങ്ങനെ ബീജമന്ത്രം ആർക്കും ജപിക്കാമോ? ഇത് മന്ത്രം തന്നെ ഇല്ലാത്തടത്ത് പിന്നെ ഇതിനകത്ത് ബീജമുണ്ടോ അബീജമാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെയൊരു മന്ത്രം എവിടെയാണ് കിടക്കുന്നതെന്ന് കൊണ്ടുവന്നു, ഏത് ഋഷി ആർക്ക് ഉപദേശിച്ചാണ്, ഏത് പുരാണത്തിൽ കിടക്കുന്നത്, എവിടെ കിടക്കുന്നത്, ഏത് ഉപനിഷത്തിലുണ്ട്, ഇതൊക്കെ എന്തെങ്കിലും ഒരു ഇത് വേണ്ട. അല്ലെങ്കിൽ ഏത് കൽപ്പത്തിൽ കിടക്കുന്നു. ഇപ്പോൾ വരാഹി കൽപ്പം പുസ്തകമൊക്കെ ഉള്ള അതിനകത്തൊന്നുമില്ല. ഇല്ലാത്ത സാധനം എവിടെ നിന്നാണ് ഈ കൊണ്ടുവരുന്നത്? ചുമ്മാ എന്തെങ്കിലുമൊക്കെ. ഇപ്പം ഞാൻ സംസ്കൃതത്തിൽ എനിക്ക് പരിജ്ഞാനം ഉണ്ടെങ്കിൽ ഞാനൊരു ധ്യാനം ഉണ്ടാക്കി എഴുതാം. ആ മൂർത്തിയെ നമുക്ക് നമ്മളുടെ ഭാവനയിൽ കാണാനായിട്ട് ആ ധ്യാനം മതി. ആ ധ്യാനത്തിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു മൂലമന്ത്രം ഉണ്ടാക്കുമ്പോൾ ആ മൂലമന്ത്രത്തിലെ അക്ഷരങ്ങളെ ഈ ദേവതയാക്കി മാറ്റാൻ ശേഷിയുണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഉള്ള ആരാ ഉള്ളത്? അത്ര സൂക്ഷ്മതലത്തിൽ ഇതിനെ അറിയുന്ന ആരുണ്ടാവും? എനിക്ക് തോന്നലുണ്ടെന്ന്. ഏതായാലും ഇപ്പോൾ വജ്രകോശം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ് അത്? വാഹനമാണ്, വരാഹിയുടെ ഒരു വാഹനമാണ് വജ്രകോശം എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഈ പറഞ്ഞതുപോലെ മന്ത്രമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാണുന്നതൊക്കെ അതാണ്. ഈ വാരാഹി പദ്ധതികളൊക്കെ ഗുപ്തമായിട്ട് നമ്മൾ തൊട്ട് മുമ്പിലത്തെ എപ്പിസോഡിലും പറഞ്ഞത്. വാരാഹി പദ്ധതി എന്ന് പറയുന്നത് ഗുപ്തമാണ്, രഹസ്യമായിട്ട് പണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനെ ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ കച്ചവടം പോലെ കൊണ്ടു നടന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് എല്ലാവർക്കും പറ്റിയ ഒരു പരിപാടിയും അല്ല. പിന്നെ ആ ദേവതയോട് വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നു, ഒരു ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ വരികയാണെങ്കിൽ കൃത്യമായി അതിൻ്റെ വഴിയിലൂടെ പോകണമെന്ന് തന്നെയാണ് അതിന് ശരിയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനുണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ആർക്കും ഉണ്ടാവില്ല. മറ്റത് പരമ്പരയ്ക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. അത് പ്രൂവണായിട്ടുള്ള ഒരു സൈക്കിളിൽ കൂടെ വന്നവരാണ്, ഇതേ ട്രാക്കിൽ കൂടെ മുമ്പ് പോയവരുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ബേസിലാണ് നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ അവിടെ നടന്നിട്ടുണ്ട്. അത് നടന്നിട്ടാണ് ഈ ഒരു മന്ത്രത്തെ അവർ ഉപയോഗിച്ച് വന്നിരിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ വ്യവസ്ഥയായിട്ടുള്ള വഴി കൂടെ പോകാതെ ഷോർട്ട് കട്ട് പിടിച്ച് കാട്ടിക്കൂടെ കയറി പോയി കഴിഞ്ഞാൽ പുലി പിടിക്കുകയോ ഇല്ലയോ, പാമ്പ് കടിക്കുകയോ ഇല്ലയോ, ഇതൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. കടിച്ചാൽ കടിച്ചു, പിടിച്ചാൽ പിടിച്ചു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് ഉറപ്പൊന്നുമില്ല, സംഭവിക്കാതെയും ഇരിക്കാം. ഒരു ഗ്യാരണ്ടിയും ഇത്തരം വിഷയങ്ങളിൽ പറയാൻ പറ്റത്തില്ല. ഞാനിതിന് എന്തെങ്കിലും പറ്റുമെന്നും പറ്റില്ലെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ കുഴപ്പത്തിൻ്റെ അവകാശിയാവാനായിട്ട് എനിക്ക് താല്പര്യവുമില്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടെ, ഈ വരാഹി മന്ത്രം എന്ന് പറഞ്ഞുകൊണ്ടും ഇതിൻ്റെ കൂടെയുണ്ട്, വജ്രകോശത്തിൻ്റെ കൂടൊപ്പം തന്നെ വരാഹി മന്ത്രം ജപിക്കാനും പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം പറയുന്നത് വാർത്താളി മന്ത്രം ജപിക്കുന്നത്. ശരിക്കും വരാഹിയും വാർത്താളിയും ഒന്നാണോ? അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വരാഹി എന്ന് പറയുന്നത് നമ്മൾ ആഷാഢഗുപ്ത നവരാത്രിയിലെ വരാഹി സ്വരൂപങ്ങളിലെ 10ാമത്തെ ദിവസമായിട്ടുള്ള മഹാവരാഹി ഉണ്ട്. ആ മഹാവരാഹിയുടെ അതായത് എന്താണ് സൈന്യാധിപതിയാണ് വാർത്താളി. ത്രിപുര സുന്ദരിയുടെ സൈന്യാധിപതിയാണ് വാരാഹി. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്നാണെന്ന് വെച്ചാൽ കൃഷ്ണരും വിഷ്ണു ഒന്നായ പോലെ ഒന്നാണ്.
എല്ലാം കൃഷ്ണനും വിഷ്ണുവും എങ്ങനെയാണോ ഒന്നായിട്ട് മാതൃസങ്കല്പം അതുപോലെ തന്നെ ഒന്നാണ്. അത്ര പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വലിയ സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ സാമ്യമുള്ള മറ്റ് ദേവതകളിൽ ഇപ്പോൾ പ്രത്യങ്കരയും നരസിംഹിയും ഇത് രണ്ടും ഒന്നാണോ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഒന്നാണോ? അല്ല. അതാ എന്താണ് വ്യത്യാസം? നരസിംഹി ഈ പറഞ്ഞതുപോലെയാണ്. പ്രത്യങ്കരയുടെ ഒരു 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 ലൈറ്റ് വളരെ ലഘുവായ ഒരു വേർഷനാണ് നരസിംഹി എന്ന് പറയുന്നത്. പ്രത്യങ്കരയുടെ അവതാര ഉദ്ദേശവും മറ്റു കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ്. രണ്ടും രണ്ട് ദേവതകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണനും വിഷ്ണുവും ഒന്നായില്ലേ, ഒന്നായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത്, അതുപോലെ ഒന്നാണ്. പക്ഷെ ഭാവത്തിൽ വ്യത്യാസം രണ്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മന്ത്രങ്ങൾ ശരിക്കും ഒരാൾക്ക് ഇപ്പോൾ മന്ത്രം ജപിക്കണമെന്നുണ്ടെങ്കിൽ ആ മന്ത്രം എങ്ങനെ സ്വീകരിക്കണം? ആ മന്ത്രത്തിൽ ആരാണോ മന്ത്രത്തെ ഉപദേശിക്കാൻ ശേഷിയുള്ളത് അയാളുടെ അടുത്ത് പോയി സ്വീകരിക്കണം. നമ്മൾ കണ്ടെത്തി സ്വീകരിക്കണം. അപ്പോൾ ഇത് സാധാരണ ഈ ഓൺലൈൻ വഴിയൊക്കെ കിട്ടുന്ന മന്ത്രങ്ങളിൽ വലിയ അപകടം ഉണ്ടാവില്ലേ? ഓൺലൈനിലൊന്നും ഇങ്ങനെ ഉപദേശിക്കാനൊന്നും വകുപ്പില്ലാന്നേ. ഇതിന് കൃത്യമായ പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ചാണ് ഗുരു ശിഷ്യനെ തിരഞ്ഞെടുക്കേണ്ടത്, ശിഷ്യൻ ഗുരുവിനെ തിരഞ്ഞെടുക്കേണ്ടത്. അതനുസരിച്ച് ഇത് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശാസ്ത്രസമ്മതമായ കാര്യങ്ങളെ ഇത്തരം വിഷയങ്ങളിൽ പറയാറുള്ളൂ. അപ്പോൾ എനിക്ക് യുക്തിസഹമായിട്ട് തോന്നുന്ന വിഷയം ഞാൻ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പറയാറൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്കത് യുക്തിസഹം ആയിട്ടും തോന്നുന്നില്ല. നിങ്ങളൊരു ഒരു ഒരു പരിചയമില്ലാത്ത ഒരു പ്രദേശത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുകയെന്ന് പറയുന്നത് നിങ്ങൾക്ക് സെൻസ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ എതിലെങ്കിലും പോട്ടെ, ഞാൻ ചെല്ലുന്നിടത്ത് ചെന്നോളാന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, ഇല്ലേ? അപ്പോൾ ഇത് കൃത്യമായ ട്രാക്കിലൂടെയും പദ്ധതിയിലൂടെയും പോകാൻ പറയുന്നത് വലിയ അപരാധമാണെങ്കിൽ ശരി, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓടിച്ചോ, എവിടെയെങ്കിലും ചെന്ന് കയറട്ടെ. ഇവിടെ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഞാനിതിനകത്ത് പറഞ്ഞു, ഇതിന് കയറിയ മറുപടി പറഞ്ഞിട്ട് ഇതിന് അധികാരിയാവാൻ എനിക്ക് ഉദ്ദേശമില്ല. അതാ ഞാൻ കണ്ടോ അയാൾ അങ്ങനെ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് വ്യക്തിപരമായ ഒരാൾ ചോദിച്ചാൽ എങ്ങനെയാണ് മറുപടി. അതായത് കൃത്യമായ മാർഗത്തിൽ കൂടെ പദ്ധതി കൂടെ പോകാൻ നല്ലത്. എന്തിനാണ് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്? അപ്പോൾ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഉഗ്രമൂർത്തിയാണ്. ഇപ്പോൾ പ്രത്യങ്കര ആയാലും നരസിംഹി ആയാലും വരാഹി ആയാലും വാർത്താഴയായാലും. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ ഉഗ്രമാണല്ലോ, ഉഗ്രത്തിന് വീര്യം കൂടുമല്ലോ, വീര്യം കൂടുമ്പോൾ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പ്രശ്നങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ഇത്തരം മൂർത്തികളെ തന്നെ പിടിക്കണോ, അതോ സാധാരണ നമുക്കറിയാവുന്ന നാമം ജപിച്ചാലും മതിയാവുമോ? സാധാരണ പോലെയൊക്കെ മതി. ഞാൻ പറഞ്ഞില്ലേ, പഞ്ചാക്ഷരി അഷ്ടാക്ഷരി മുതലായ മന്ത്രങ്ങൾക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് പുതുതൊന്നും ഇത് തരാനും പോണില്ല. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഞാനൊരു കാര്യം പറഞ്ഞില്ല, എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് പറയാം. ഒരു തെറ്റാലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് പഠിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് അതുകൊണ്ട് അത്യാവശ്യം നിങ്ങളുടെ മാങ്ങയൊക്കെ വീഴ്ത്താം. പക്ഷെ നിങ്ങൾക്ക് AK-47 കൊണ്ട് തന്നെ മാങ്ങ വീഴ്ത്തണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് എടുക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിൻ്റെ റീകോയിൽ പോലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയല്ല. അത് നിങ്ങൾ ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് ഞാൻ നേരെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ വെച്ച് വെടിവെക്കുമെന്ന് പറഞ്ഞാൽ കണ്ണു പോകും. ഇതിൻ്റെ ഈ കാലി കേസ് തെറിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണും പോകും, ചെവിയൊക്കെ പോയെന്നിരിക്കും. ഒച്ച കേട്ട് ചിലപ്പോൾ ചെവി അടിച്ചു പോയെന്നിരിക്കും. ഇത് നിങ്ങൾ ട്രെയിൻഡ് അല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അതിന് ഈ സാധനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ പർപ്പസ് ഇതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഓരോരുത്തരുടെ പെർസെപ്ഷൻ അനുസരിച്ചാണ്. എനിക്കിപ്പോൾ ചിലപ്പോൾ അങ്ങനെയാണെന്ന്, എനിക്ക് ഒരു 2000 സിംഹത്തിൻ്റെ തലയുള്ള ദേവതയോടാണ് എനിക്ക് താല്പര്യം. ഞാൻ അതിനെ കുറഞ്ഞൊന്നും താങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊരുത്തും വിചാരിച്ചാൽ ശരി. ബട്ട് അതിൽ നിങ്ങൾ ട്രെയിൻഡ് ആവും, എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഉപാസിക്കും. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ദേവതാ വ്യത്യാസത്തെ പറ്റിയിട്ട് സംസാരിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് ആൾക്കാർ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. മഹാകാളി, ഭദ്രകാളി, ചുടലഭദ്രകാളി, ബാലഭദ്ര, ഇതിലെല്ലാത്തിലും ഭദ്രയുണ്ട്. ഇതെല്ലാം ഒന്നാണോ അതോ വ്യത്യാസമുണ്ടോ? ഒന്നായിക്കൊണ്ട് വ്യത്യാസപ്പെട്ടു. എല്ലാം ഒന്ന് തന്നെ, പക്ഷെ വ്യത്യാസമായിരിക്കുന്നു. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഗസ്റ്റാണ് ഇവിടെ, അല്ലേ? അതെ, ആണല്ലോ. അതെ. ഇതേ കണ്ടീഷൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ആരായി? നിങ്ങൾ ഗസ്റ്റായി, ഞാൻ ഹോസ്റ്റായി. ആണല്ലോ. ഇതേ സാധനം നടുക്കൊരു ഹോമോണ്ടുണ്ട്. ഞാനിവിടെ തട്ടെടുത്ത് ക്രിയക്കിരിക്കുകയാണ്. പ്രിയൻ അപ്പുറത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ആരായി? താൻ അതിൻ്റെ യജമാനുമായി, ക്രിയയുടെ യജമാനുമായി, ഞാനിതിന് തനിക്ക് കർമ്മിയുമായി. ശരിയായി. ഇനി നമ്മൾ ഇരുന്ന് ചെയ്യുന്ന ഈ ഒരു ഇരിപ്പ്, ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എൻ്റെ കുട്ടിയാണെന്ന് വയ്ക്കുക. അപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആരായി? കുട്ടിയുടെ അച്ഛനായി. എനിക്ക് മാറ്റമുണ്ടോ? ഇല്ല. അവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. അത് തന്നെ ഉള്ളൂ. ഒന്നാണ് എങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവസ്ഥ പൂജിതേ രാമ ശരീരേതന പൂജ്യതേ. അവസ്ഥയ്ക്കാണ് പൂജ, ശരീരത്തിനല്ല. അത് മനസ്സിലാക്കണം. ഓരോ അവസ്ഥയാണ് നമ്മൾ പൂജിക്കുന്നത്. പിടികിട്ടിയോ? മനസ്സിലായി.
അതെ. അപ്പം നമ്മൾ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് പോകാൻ. പിന്നെ അബദ്ധത്തിലും അപകടത്തിലും ചെന്ന് ചാടരുത് എന്നുള്ളത് പ്രാഥമികമായ കാര്യമാണല്ലേ? ഇതിനെന്തിനാണെന്ന് ഇതിനകത്ത് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? നമ്മളൊരു വണ്ടി മേടിച്ചു, അതിന് ഒരു കാറ്റലോഗും ഒരു ഗൈഡും ഉണ്ടാവുമല്ലോ, മാനുവലുണ്ടോ? അതെ. മാനുവൽ ഉണ്ടാവുമല്ലോ, യൂസർ മാനുവൽ. അതൊക്കെ നോക്കാതെ നമ്മൾ തോന്നിയ പോലെ പെട്രോളാണോ ഡീസലാണോ എന്നും കൂടി നോക്കിയാൽ ആദ്യം കണ്ടത് പെട്രോളാണ്, എന്നാൽ അത് അടിച്ചേക്കടാന്ന് പറയുമോ? ഇല്ല. പറയുമോ? ഇല്ല. അപ്പോൾ ഇതിന് അത്രയും ഒരു വണ്ടിക്ക് 10-15 ലക്ഷം രൂപ മുടക്കി മേടിക്കുന്ന ഒരു വണ്ടിക്ക് നിങ്ങൾ അത്ര കെയർ കൊടുക്കുമെങ്കിൽ നിങ്ങൾ എത്രയോ ജന്മങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് കിട്ടിയ നിങ്ങളുടെ മനുഷ്യജന്മത്തിന്, ഈ ശരീരത്തിന്, അതിനെ ബാധിക്കുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന മനസ്സിന്, അതിന് മുകളിൽ പോകുന്ന ആത്മാവിന് ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ ലൈറ്റായിട്ട് കാണാൻ പാടുണ്ടോ? എത്ര പ്രാവശ്യം കാറ്റലോഗ് വായിച്ചു നോക്കണം? അത് വായിച്ചിട്ടുണ്ടോ? അതാരുടെ കുഴപ്പമാണ്? അതെ.